ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. ലെറ്റ്സ് ഗോ. Guys, everybody, right now, everybody. Okay, എല്ലാരും ഗൈസ് ഇത് PR ഒന്നും അല്ല, 10 പൈസ PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. ഗൈസ് എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്യുന്നവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട്. നമ്മുടെ തൊപ്പി അനീഷിന് വേണ്ടി വോട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. വോട്ട് തെണ്ടാൻ ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വോട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയ്ക്ക് വേണ്ടി ഇറങ്ങി. തൊപ്പി പറയുന്നത് PR അല്ല എന്ന് പറയുന്നുണ്ട്. PR ആയിരിക്കില്ല, തൊപ്പിക്ക് അല്ലാതെ തന്നെ ലക്ഷങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആ വോട്ട് തൊപ്പി പറഞ്ഞാൽ മറിയുന്ന വോട്ടുകൾ ഒരുപാടുണ്ട്. തൊപ്പി പ്രാന്തന്മാർ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ലക്ഷക്കണക്കിനാണ് എൻ്റെ ലൈവ് സ്ട്രീമിൽ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും വോട്ടുകൾ മറിയും. പക്ഷേ നിങ്ങൾ തൊപ്പി പറയുന്നുണ്ട്, കണ്ടിട്ടില്ല, പ്രോഗ്രാം കണ്ടിട്ടില്ല. ആകെ 1-2 ബിഗ് ബോസ് കണ്ടിട്ടുള്ളൂ, 2-3. ഇപ്പോൾ 2 ദിവസമായിട്ടൊന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഒരു ജെനുവിൻ ആളിനെ ജയിപ്പിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി തൊപ്പി ചെയ്യുന്നത് വളരെ മോശമാണ്. ഇനി തൊപ്പി വന്നിട്ട് അനീഷ് ജയിച്ചാൽ തന്നെ അത് ക്രെഡിറ്റ് അനീഷിന് കിട്ടില്ല. തൊപ്പി വന്നുകൊണ്ട് ജയിച്ചതെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് പിടിച്ചു, ജിൻഡോ ജയിച്ചു. ഇപ്രാവശ്യം അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്നാണ് ആൾ പറയുന്നത്. അതിൽ അനുമോളിനെ കുറേ കുറ്റങ്ങളാണ് പറയുന്നത്. കാരണം ഒരുപാട് നുണകൾ പറഞ്ഞു, കരഞ്ഞു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിട്ടാണ് പറയുന്നത്. അനീഷ് അവിടെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അനീഷ് അവിടെ എന്താ കളിച്ചിരിക്കുന്നത്? അനീഷും വലുതായിട്ടൊന്നും കളിച്ചിട്ടില്ല. കാരണം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യങ്ങളാണ്. എൻ്റെ 100 ദിവസം ഒരു ബന്ധവും ഒരു ഫോൺ കോളും ഒരു ഇതും ഇല്ലാതെ നിൽക്കുക പറഞ്ഞാൽ തന്നെ, അതും പുറത്ത് ഇത്രയും ബന്ധങ്ങൾ എല്ലാവർക്കും ഉള്ള ആളുകൾക്ക് അതിനെ നിൽക്കുക പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് അനുമോളിനെ ഇട്ട് കൊന്നു, അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ഉപദ്രവിച്ചിട്ടാണ് അനുമോൾ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് അങ്ങനെ കയറി വന്നാണ്. ഈ ലാസ്റ്റ് വീക്കൊക്കെ കാണിച്ചത് എന്തൊക്കെയാണ് ജനങ്ങൾ അതിനകത്ത് റീ എൻട്രി പോയിട്ട് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയായിരുന്നു. എന്നിട്ട് അത് അവിടെ അനുമോൾ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ട് PR എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൊപ്പി പോലും പറയുന്നത് അനുമോൾ PR കൊടുത്തുകൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമില്ലേ, അനുമോൾക്ക് മാത്രമാണോ PR? അവിടെ ഷാനവാസിന് PR ഉണ്ട്, പിന്നെ അക്ബറിന് PR ഉണ്ട്, അനീഷിന് പക്ക PR ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നിക്ക് PR ഉണ്ടെന്ന്, ശൈത്യക്ക് PR ഉണ്ടെന്ന്, അങ്ങനെ സകല ആളുകൾക്കും PR ഉണ്ട്. PR ഇല്ലാതെയല്ല അവിടെ ഇത്രയും ദിവസം നിന്നത്. എന്തിന് ആദില നൂറിക്ക് PR ഇല്ലാതെയാണ് നിന്നത്? കാരണം അക്ബറിന് PR ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റും? കാരണം ആര്യൻ പുറത്താകുന്ന സമയത്തെങ്കിലും അക്ബറിനെ പുറത്താകണമായിരുന്നു. കാരണം ആര്യൻ അവിടെ ആക്റ്റീവാണ്. അപ്പോൾ പോലും അക്ബർ പുറത്തായിട്ടുള്ള അക്ബർ ഇപ്പോഴും അകത്താണ് നിൽക്കുന്നത്. അക്ബറിനെ കാട്ടി എന്തുകൊണ്ടും നല്ലൊരു ഗെയിമറാണ് ആര്യന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ PR ഇല്ലാതെയാണോ? PR ഉണ്ട്. ആ കാര്യം അത് അക്ബർ അല്ലാതെ എന്തൊക്കെയുണ്ട്? ആര്യൻ കളിച്ചെത്തിട്ട് അക്ബർ ആകെ ചെയ്യുന്നത് പാട്ടുപാടും അതിലേ ഉള്ളൂ. എന്നിട്ട് പോലും അക്ബർ നിൽക്കുന്നുണ്ട്. ആര്യം ഔട്ടായി. എല്ലാവരിനെയും വിട്ട് നമുക്ക് ആര്യനെ എങ്കിലും ആലോചിച്ച് ആര്യൻ്റെ കാര്യം നോക്കുമ്പോഴെങ്കിലും ആര്യനും PR ഉണ്ടില്ലെന്നല്ല. പക്ഷേ അക്ബറിനെ കാട്ടി എന്തുകൊണ്ടും മികച്ച കളിക്കുന്നത് ആര്യനാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എന്നിട്ടും ആര്യൻ പുറത്തായി. അവിടെ PR ഇല്ലാത്ത നെവിനും സാബുമാനും മാത്രമേ PR ഇല്ലാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. ആദില നൂറിക്ക് എന്താ PR ഇല്ലാതെയാണ്? ആദില നൂറിക്ക് PR-ഉം പിന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റിയിൽ അവർ വന്നു, അവർക്ക് ഹെയ്റ്റേഴ്സ് എത്രയാണ്? കുറച്ചാണോ ഹെയ്റ്റേഴ്സ്? ഇഷ്ടം പോലെ ഹെയ്റ്റേഴ്സ് ഉള്ള ആളുകൾ പോലും അവിടെ പിടിച്ചു നിന്നിരിക്കുന്നു. അപ്പോൾ PR ഇല്ലാതെയാണോ? PR ഉണ്ട്, തീർച്ചയായിട്ടും എല്ലാവർക്കും PR ഉണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് അനുമോളിനെ മാത്രം PR പറഞ്ഞിട്ട് നാറികൾ പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ളൊരു വോട്ട് ചെയ്യുമ്പോൾ എനിക്കൊക്കെ PR, എനിക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ 3 നമ്പറിൽ നിന്ന് 4 നമ്പറിൽ നമ്മൾക്ക് വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും മൊത്തം 4 പേരുണ്ട്. 4 പേരുടെയും അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത് നമുക്ക് PR തന്നിട്ട് അവർ PR തന്ന് ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്? അല്ല.
അപ്പോൾ അതൊന്നും ഗെയിം കാണാതെ വന്നും കൊണ്ട് വോട്ട് പിടിക്കുന്നത് വളരെ മോശമാണ്. പിന്നെ അനീഷ് പറയാൻ പക്ക ഗെയിമർ, കള്ളൻ. അനുമോളോട് ഇഷ്ടമാണ് പറയുന്നത് വരെ എനിക്ക് അനീഷിന് ഇഷ്ടമായിരുന്നു. അനീഷിന് വോട്ട് ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം അനുമോളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഇവ എന്ന് തിരിഞ്ഞോ, അവൻ്റെ വേറെ വല്ലതുമാണോ ഗെയിമിന് ഒരു 100 ദിവസത്തെ ഷോയിൽ വന്നിട്ട് വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചതും സമ്മതിക്കാൻ വേറെ വല്ലതുമാണോ? എന്നിട്ട് അനുമോള് സമ്മതിക്കാതിരുന്നപ്പോൾ അവൻ അനുമോളോട് ദേഷ്യം കാണിച്ചു. അന്ന് മനസ്സിലാണ് ഇവൻ്റെ ഫേക്ക് പ്രേമമാണ്, ഫേക്കാണ് ഇവൻ കാണിച്ചു തന്നെ. അവന് രണ്ടായാലും ഓക്കെയാണ്. റെഡിയായി പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടിയെന്ന്, റെഡിയായില്ലെങ്കിൽ ആ സെൻറ്റിമെൻറ്റിൽ വെച്ചിട്ട് വോട്ട് കിട്ടുന്നുള്ള ആ ഗെയിം അവൻ കളിച്ചതാണെന്ന് ഉറപ്പാണ്. അങ്ങനെയല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവൻ്റെ പേര് പറഞ്ഞിട്ട് പോലും റീ എൻട്രി ചെയ്തവർ അനുമോളെ ഉപദ്രവിക്കുന്ന സമയത്ത് ഇവൻ ഒരു വാക്ക് പറയായിരുന്നു. ഈ നാറി ഒരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ട് ഇന്നാണ് അവൻ ഒരുപാട് സംസാരിക്കാൻ പോയിരിക്കുന്നു. ഇന്ന് ഷാനവാസും അവനും കൂടി കോമഡികൾ കാണിച്ചിട്ട് അനുമോളുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ അന്ന് അതിൻ്റെ തലേ ദിവസം വരെ ഇവൻ ഇഷ്ടമാണ് വരുന്ന വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്ന തലേ ദിവസം വരെയും അനുമോൾക്ക് അതിനു മുൻപ് അപ്പോഴും അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനാണ് കൂടെ നിന്നിട്ട് മാതളം കട്ട് ചെയ്ത് നൊട്ടിയതും, അവിടെ പോയി പൊതിച്ച് കിടക്കുന്ന സമയത്ത് പുതപ്പ് പൊതിച്ച് കൊടുക്കുന്നതും, തലേണ കൊടുത്തതും, പിന്നെ ചായ കുടിച്ചിട്ട് വരാം, പിന്നെ പോകുമ്പോൾ കുളിച്ചിട്ട് വരാട്ടോ, ഇനി പല്ല് തേച്ചിട്ട് വരാട്ടോ, ബാത്റൂമിൽ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് നടന്ന ആൾ വിവാഹം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ നോ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം മുതൽ ഇവൻ ദേഷ്യം കാണിച്ച് നടക്കാൻ തുടങ്ങി. എന്നിട്ട് ലാലേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവൻ അനുമോളോട് പോയി സംസാരിച്ചത്. അപ്പോൾ ഇവൻ പക്ക ഫേക്കാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവന് വീടും നാടും ഉള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. വീടും നാടിലും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവന് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാരണം വീടിന് അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളവർക്കാണ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട്. ഇവൻ ആ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഇവൻ സുഖമായി ജീവിച്ച് പോയാൽ മതി, ചിന്തിച്ച് പോയാൽ മതി. അതുകൊണ്ട് മാത്രമാണ് ഇവൻ അവിടെ പിടിച്ചു നിന്നത്. അതുകൊണ്ട് അവൻ പിടിച്ചു നിന്നു. പക്ഷെ അനുമോളും ബാക്കിയുള്ളവർ അങ്ങനെയല്ല, ഷാനവാസ് അങ്ങനെയല്ല, അക്ബർ അങ്ങനെയല്ല. അപ്പോൾ ഈ അനീഷിനെ മാത്രം നിങ്ങൾ മുന്നിട്ട് നിന്ന് അനീഷാണ് സൂപ്പർ ഗെയിമർ എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ല. ഈ പറയുന്ന എൻ്റെ ചെറിയ യൂട്യൂബറായ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നവരും അല്ലാതെ പറയുന്നവരും എല്ലാവരും അനീഷിൻ്റെ PR ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ച് തരുന്നില്ലല്ലോ. അതേപോലെ തിരിച്ച് പറയുമ്പോഴും നമ്മളെ സമ്മതിച്ച് തരില്ല. എനിക്ക് അനീഷിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഇന്നലെ വരെ കഴിഞ്ഞ ആഴ്ച വരെ അനീഷിന് ഇഷ്ടമായിരുന്നു. പക്ഷേ അനീഷ് മറ്റുള്ളവരുടെ ഇമോഷൻ വെച്ച് കളിച്ചതാണെന്ന് തോന്നിത്തുടങ്ങി എനിക്ക്. അന്ന് മുതൽ അനീഷിന് കുറച്ച് വെറുത്തു. പിന്നെ ഇപ്പോൾ ഈ ആഴ്ച അനുമോളിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണല്ലോ. അപ്പോൾ ഇവനൊരു വാക്ക് എന്തെങ്കിലും പറയാം, എൻ്റെ പേരിൽ അവളെ ക്രൂശിക്കരുത് എന്ന് പറയാമായിരുന്നു. പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അനീഷിൻ്റെ ഗെയിം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അനീഷിനെ ഇഷ്ടമല്ലാതിരുന്നത്. അല്ലാണ്ട് വേറെ ഏത് ഇതിലും അല്ല. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് കാണുമ്പോൾ അനീഷിന് PR ഇല്ല, ഷാനവാസിന് PR ഇല്ല, അക്ബറിന് PR ഇല്ല, ഒരാൾക്കും PR ഇല്ല. PR ഉള്ളത് അനുമോളിന് മാത്രം. നിങ്ങൾ എന്തിനാടാ ഇത്രയൊക്കെ ആ കുട്ടിയെ ദ്രോഹിക്കുന്നതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അത് കരച്ചിൽ കാർഡ് ഇറക്കി എന്ന് പറഞ്ഞിട്ടാണോ, അതോ അവളുടെ പിന്നെന്താ കൂട്ടുകാരിയായി നടന്ന നാറികളെ പിന്നിന്ന് കുത്തിയിട്ട് പോയതല്ലേ അല്ലേ? പിന്നെ ബാക്കിയുള്ളവർ പറയണോ? അവരും കൂടി ഒരു മെയിൻ കാരണമാണ് ഇതിന് കാരണം. അതായത് അവരും കൂടി മെയിൻ കാരണമാണ് ഇപ്പോൾ അനുമോൾ ഇത്രയും ക്രൂശിക്കുന്നത്. അവർ കിടക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഈ ഒരു PR-നെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഒരുപാട് PR ആണ് പറഞ്ഞ് നശിപ്പിച്ചത് അവളെ പാവം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഇനി 2-3 മണിക്കൂറുണ്ട്, ശ്രദ്ധിച്ച് വോട്ട് ചെയ്യാത്തവർ ശ്രദ്ധിച്ച് ചെയ്ത് അനുമോളെ മാക്സിമം ജയിപ്പിക്കാൻ നോക്കുക. ഇപ്പോൾ വരുന്നത് അനുമോൾ അനീഷ് ഇവർ തമ്മിൽ വീണ്ടും 2000, 5000, 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരികയാണ്. ആ സമയത്താണ് ഈ തൊപ്പി എന്ന കുപ്പിയുടെ വരവ്. ഈ കുപ്പി വന്നിട്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജിൻഡോയ്ക്ക് വോട്ട് മറിച്ച പോലെ മറിച്ചാൽ, കാരണം തൊപ്പി പറയുന്നത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നേ, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തില്ലെങ്കിലും അതിൽ പകുതി പേരെങ്കിലും വോട്ട് ചെയ്താൽ മതി. കാരണം അവൻ പോളിലൂടെയാണ് അവൻ ആർക്ക് വോട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കിയത്. അപ്പോൾ അവൻ്റെ ഉള്ളതിൽ 41% പേരും അനീഷിന് വോട്ട് ചെയ്യണമെന്നാണ്, ജയിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് അനീഷിന് സപ്പോർട്ട് ചെയ്തത്. അപ്പം PR വാങ്ങേണ്ടിയൊന്നല്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അനീഷ് അത്ര ജെന്യുവിൻ ക്യാരക്ടറേ അല്ല. അനീഷിൻ്റെ ഫസ്റ്റത്തെയാണോ ജെന്യുവിൻ ക്യാരക്ടർ, ഇപ്പോൾ ഉള്ളത് അനീഷാണോ കറക്റ്റ്?
അത് ഇനി ഇത് രണ്ടും അല്ലാതെ ഉള്ളിലുള്ള വേറൊരു മൃഗം ഇരിപ്പുണ്ടോ? അനീഷിൻ്റെ ഗെയിം ഒന്നാം തരം മനസ്സിലായത് ഫസ്റ്റ് മുതൽ ഗെയിമൊക്കെ മനസ്സിലായി നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ എനിക്ക് എന്ന് അവൻ പോയിട്ട് അനുമോളിനോട് പറഞ്ഞോ, അനുമോളോട് പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പറഞ്ഞതിന് ശേഷം അനുമോളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഇവൻ പിന്നെ ഒരാൾ ഇഷ്ടമാണ് പറഞ്ഞതും ചേട്ടാവായ കട്ട എന്ന് പറയുമോ? ഇല്ല, അത് അവന് നന്നായി അറിയാം. അത് വിവാഹം കഴിക്കട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നന്നായി അറിയാം അനുമോള് നോ പറയുമെന്ന്. അപ്പോൾ അതൊരു ഗെയിമാക്കി ഇവ എടുത്തതാണെന്ന് നല്ല ഉറപ്പാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്താണ്? PR-ന് ഇട്ട് കൊടുത്താണ്, അനുമോളിനെ അവൻ്റെ PR-ന് ഇട്ട് കൊടുത്താണ്. പിന്നെ അവൻ്റെ നിങ്ങൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും നോക്കി അറിയില്ല അവന് PR ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അവന് PR ഉള്ളത് കൊണ്ടല്ലേ അവൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ബിറ്റ് കട്ട് ചെയ്ത് ഓരോ സംഭവങ്ങൾ എങ്ങനെ വരുന്നത്? PR ഇല്ലാതെയാണോ? റോബിന് PR ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബാക്കി ഒരാളിനെ നമുക്ക് PR പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? ഈ വർഷത്തെ എല്ലാവർക്കും PR ഉണ്ട്, അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മാക്സിമം നിങ്ങളെല്ലാവരുടെയും എത്തിച്ച് വോട്ട് ചെയ്ത് അനുമോളെ ജയിപ്പിക്കുക. അതാണിപ്പോൾ വേണ്ടത്. നമ്മൾ ഇത്രയും കാലം കണ്ടതിനും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അനുമോളെ എല്ലാവരും PR കൊണ്ട് ജയിച്ചു എന്ന് പറയും. അത് പ്രശ്നമല്ല, അതൊന്നും കുഴപ്പമില്ല. PR കൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞാലും അല്ലാത്തവർ സോഷ്യൽ മീഡിയയിൽ തിരിച്ച് എതിർക്കും, അനുമോളിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രശ്നം വരില്ല, അനുമോൾക്ക് തീരെ ഇഷ്യൂ വരില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അനുമോളിനെ.